ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് വ്യത്യസ്തമായിട്ടൊരു ഹെൽത്തി പായസം കുടിച്ചാലോ? പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് കയറി വന്നാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു അടിപൊളി പായസമാണിത്. വളരെ ടേസ്റ്റിയാണ്. അതിന് വേണ്ടി ഇത് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി കുതിർക്കുകയൊന്നും വേണ്ട, കഴുകി ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്നത് വറുത്തെടുക്കാം. ഒരുപാട് വറുത്ത് പൊരിയാക്കിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് കുക്കറിൽ 1 കപ്പ് പാലൊഴിച്ചിട്ട്, ഞാനെടുത്ത അളവിനാണ് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് ആ അരി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസും ടേസ്റ്റും ആയ 3 ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ പേര് കണ്ടാലറിയാം, മുക്കനി പായസം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ 3 ഫ്രൂട്ട്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ബനാനയും അതേപോലെ ജാക്ക് ഫ്രൂട്ടും പിന്നെ ഡേറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഡേറ്റ്സിന് പകരം നമുക്ക് മാമ്പഴം യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബേസ് എന്ന് പറയുന്ന മാമ്പഴമാണ്. പക്ഷേ എനിക്ക് മാമ്പഴം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്. അത് ആ നെയ്യിലിട്ടിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു മണമാണെന്ന് അറിയാമോ. അതങ്ങനെ കോരി കഴിക്കാൻ തോന്നിപ്പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതൊന്ന് കുറുകി വരുമ്പോഴത്തേനും അതിൽ ഫ്ലേവറിന് വേണ്ടി ഏലക്കയും പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 പാലാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ള അടിപൊളി ടേസ്റ്റി പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ടേസ്റ്റൊക്കെ അറിയിക്കണം, കൂടെ കമൻറ്റ് ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ.